മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാധനാ വത്സലക്രമത്തിലെ കൈത്താക്കാലത്തിലെ 3-ാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തിരുസഭാ മാതാവ് നമ്മുടെ വചന വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വചന ഭാഗങ്ങളാണ്. ശിശുത്വത്തിൻ്റെ സുവിശേഷം എന്നുകൂടി ലൂക്കായുടെ സുവിശേഷത്തെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ശിശുത്വത്തിൻ്റെ വിലയെക്കുറിച്ചും അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് അർഹിക്കുന്ന രീതിയിലുള്ള ത്യാഗങ്ങളെക്കുറിച്ചും മറ്റു രീതിയിലുമുള്ള ക്ലേശങ്ങളെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചും ഒക്കെ ലൂക്കാ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ സുവിശേഷ ഭാഗവും യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാവുക അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യയാവുക എന്ന് ഉള്ളതിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴായിട്ട് വായിച്ചു കേട്ടിട്ടുള്ളതും നമുക്കറിയാവുന്നതുമായ ഒരു സുവിശേഷ ഭാഗമാണ് തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുക. മർത്ത, മറിയം എന്നീ 2 സഹോദരിമാരുടെ കഥ പറയുന്ന സുവിശേഷം. 2 വ്യത്യസ്ത കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ 2 വ്യത്യസ്ത മനോഭാവങ്ങളാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിലൂടെ കാണുന്നത്. ഈശോനാഥൻ മർത്തായെയും മറിയത്തെയും അവരുടെ ഭവനത്തിൽ സന്ദർശിക്കുന്നു. മർത്തായാകട്ടെ പലവിധ കാര്യങ്ങളാൽ വ്യഗ്രചിത്തയായിരിക്കുകയാണ്. അവളുടെ മനസ്സ് കലുഷിതമാണ്, ഉത്കണ്ഠാകുലയാണ്. അവളുടെ മനസ്സ് ഏകാഗ്രതമല്ല. മറിച്ച് മറിയമാകട്ടെ ഈശോയോടൊപ്പം തൻ്റെ സമയം മുഴുവനും ചെലവഴിക്കുന്നു. ഈശോയുടെ പാദാന്തികത്തിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയാണ് അവിടെ. അവളുടെ മനസ്സ് ശാന്തമാണ്, സമാധാനപൂർവമാണ്, സന്തോഷം നിറഞ്ഞതാണ്. ഈ 2 രീതിയിലുള്ള വ്യത്യസ്ത മനോഭാവങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ ക്രിസ്തുനാഥൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒന്നു മാത്രമാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ നമുക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം തിരുവചനം പറയുന്നത് പോലെ നമ്മളിൽ നിന്ന് ഒന്നു മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ: എന്നോടൊപ്പം ആയിരിക്കുക. പ്രിയമുള്ളവരെ, സന്തോഷവും സമാധാനവുമായ ഒരു ജീവിതം നയിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മളോട് ആവശ്യപ്പെടുക അവനോടൊപ്പം ആയിരിക്കുവാനാണ്. നമ്മളോട് പലപ്പോഴും നമ്മൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ്? സന്തോഷം കണ്ടെത്തുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ഏറെ സന്തോഷം നിറഞ്ഞതും സമാധാനം ലഭിക്കുന്നതുമായ നിമിഷം എന്ന് പറയുക അവനോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാം ലഭിക്കും. അതെ പ്രിയമുള്ളവരെ, അവനോടൊപ്പം ആയിരിക്കുകയും അവനെ അന്വേഷിക്കുകയും അവനെ തേടുകയും ചെയ്യുന്നവർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തോടൊപ്പമായിരിക്കുവാൻ നമ്മളോട് ഈശോനാഥൻ ആവശ്യപ്പെടുമ്പോഴും മർത്ത എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് മറ്റൊരു സന്ദേശവും കൂടി ക്രിസ്തുനാഥൻ നൽകുന്നുണ്ട്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ പ്രാർത്ഥനയിൽ മാത്രം അടിയുറച്ച് നിൽക്കാതെ പ്രവർത്തനത്തിലേക്കും കൂടി നമ്മൾ ഇറങ്ങണം എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. CMI സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ചാവറ പിതാവും വിശുദ്ധ മദർ തെരേസയും ഒക്കെ ഇതിന് ഉത്തമ മാതൃകകളാണ്. CMI സഭയുടെ മാതൃക അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുക പ്രാർത്ഥനയിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രവർത്തനം എന്നതാണ്. വിശുദ്ധ മദർ തെരേസായുടെയും വിശുദ്ധ ചാവറയച്ചൻ്റെയും ഒക്കെ ജീവിത മാതൃകകൾ നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്: അവരൊക്കെ ദീർഘനേരം ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ അവനോടൊപ്പം ചെലവഴിച്ചതിന് ശേഷമാണ് തങ്ങളുടെ കർമ്മപദങ്ങളിലേക്ക് അവർ ഓരോരുത്തരും ഇറങ്ങിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയാകുന്ന ശക്തി സംഭരിച്ചുകൊണ്ടാണ് അവർ ഓരോരുത്തരും തങ്ങളുടെ കർമ്മപദങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിരവധിയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുള്ളത്. മദർ തെരേസായുടെയും ചാവറയച്ചൻ്റെയും ജീവിതം നമ്മൾ കാണുമ്പോൾ, അവരുടെ ജീവിതത്തെ ദർശിക്കുമ്പോഴത്തേക്കും നമുക്ക് കാണുവാൻ സാധിക്കും നിരവധിയായ കാര്യങ്ങൾ അവർ വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ചെയ്തു തീർത്തതായിട്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു സുവിശേഷ ഭാഗം നമുക്ക് ലഭിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ സന്ദേശം നമുക്ക് സ്വീകരിക്കാം. പ്രാർത്ഥനയിലൂടെ അവിടുത്തോടൊപ്പം ആയിരുന്നു കൊണ്ട്
അവിടെ നിന്ന് ലഭിക്കുന്ന ശക്തി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക്, ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കും. നമുക്ക് കൂടുതലായിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയും ചെയ്യും. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.